സ്വാശ്രയ മാനേജ്മെന്റുകൾ കൊച്ചിയിൽ നടത്തുന്ന യോഗത്തിലേക്ക് ഇപ്പോൾ KSU പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ട്. യോഗസ്ഥലം KSU പ്രവർത്തകർ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാമ്പാടി മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജ് പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിന് ഒരു പിന്തുണ അറിയിക്കുക എന്നുള്ള ലക്ഷ്യവും ഒപ്പം മറ്റ് പല കാര്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സ്വാശ്രയ മാനേജ്മെന്റുകൾ ഇന്ന് കൊച്ചിയിൽ യോഗം ചേരുന്നത്. ആ യോഗ സ്ഥലത്തേക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനയായ KSU പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അവിടെ KSU പ്രവർത്തകർ ജനൽ ചില്ലുകളും ഒക്കെ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊച്ചിയിൽ സ്വാശ്രയ മാനേജ്മെന്റ് പ്രതിനിധികൾ യോഗം ചേരുന്ന സ്ഥലത്തേക്ക് KSU പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ജിഷ്ണുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാശ്രയ മാനേജ്മെന്റുകളുടെ യോഗം ഇന്ന് 10 മണിക്ക് ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാമ്പാട് നെഹ്റു കോളേജിൽ സംഘർഷമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും സ്വാശ്രയ കോളേജുകൾക്ക് നേരെയുള്ള ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് എന്ത് നടപടിയെടുക്കണം എന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇത്തരത്തിലൊരു യോഗം. പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിന് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ള ഒരു നിലപാടും കോളേജിന് പിന്തുണ അറിയിക്കുക എന്നുള്ള ലക്ഷ്യവും യോഗത്തിന് പിന്നിലുണ്ട് എന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനയായ KSUവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. യോഗസ്ഥലത്തേക്ക് പ്രകടനമായെത്തിയ KSU പ്രവർത്തകർ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ, ജനൽ ചില്ലുകളടക്കം അടിച്ചു തകർക്കുകയും സ്വാശ്രയ മാനേജ്മെന്റ് പ്രതിനിധികൾക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. സംഭവസ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി JK അൻസാർ ഉണ്ട്. അൻസാർ, യോഗം തുടങ്ങിയിരുന്നോ അതോ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവർത്തകർ എത്തുകയായിരുന്നോ? വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത്.
KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സ്വാശ്രയ മാനേജ്മെന്റ് പ്രതിനിധികളുടെ ഓഫീസിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഓഫീസ് അടിച്ചു തകർക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് സ്വാശ്രയ മാനേജ്മെന്റ് പ്രതിനിധികൾ ഇവിടെ യോഗം ചേരും എന്ന് അറിയിച്ചിരുന്നു. പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വരിക എന്നും അറിയിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി അക്രമത്തിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങളുണ്ടായ സംഭവത്തിൽ ഏത് രീതിയിലുള്ള നിലപാടെടുക്കണം എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നാണ് അറിയിച്ചിരുന്നത്. JK അൻസാർ ഉണ്ട്. അൻസാർ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണോ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്? സ്വാശ്രയ കോളേജ് പ്രതിനിധികൾ ഇപ്പോൾ അവിടെ ഉണ്ടോ? 20 KSU പ്രവർത്തകരാണ് സ്വാശ്രയ മാനേജ്മെന്റ് കോളേജിന്റെ ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തിയത്. വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഓഫീസ് ആസ്ഥാനത്ത് വരുത്തിയത്. ഓഫീസിന്റെ ജനൽ ചില്ലുകൾ KSU പ്രവർത്തകർ അടിച്ചു പൊളിച്ചു. മാനേജ്മെന്റ് അസോസിയേഷന്റെ ബോർഡും പ്രവർത്തകർ തകർത്തു. ഇത് നേരിടാൻ ഒരു പോലീസ് പോലും സംഭവ സ്ഥലത്തേക്കില്ല. മാനേജ്മെന്റിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിച്ചുവെങ്കിലും മാനേജ്മെന്റിന്റെ ഓഫീസ് പൂട്ടി ഒട്ടിയിട്ടിരിക്കുന്നതിനാൽ അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. വിവാദമായ പാമ്പാടി കോളേജിന്റെ മാനേജറും യോഗത്തിൽ എത്തുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം നാം ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നതുവരെ KSU പ്രവർത്തകരുടെ അക്രമം വീണ്ടും തുടരുകയാണ്. ഇടയ്ക്ക് KSU പ്രവർത്തകർ അസോസിയേഷന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു. ബോർഡ് അടിച്ച് തകർക്കുകയാണ്. പ്രവർത്തകർ ജനലിലേക്ക് അല്ലറിയുകയാണ്. ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. കനത്ത നാശനഷ്ടമാണ് പ്രവർത്തകരോട് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേരിടാൻ ഒരു പോലീസ് പോലും ഇല്ല എന്നുള്ളത് പ്രവർത്തകർ അക്രമം വർദ്ധിക്കാൻ ഇടയാക്കിയിരിക്കുകയാണ്. നാം ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ മാനേജ്മെന്റ് അസോസിയേഷന്റെ ബോർഡ് പൂർണ്ണമായി പ്രവർത്തകർ അടിച്ച് തകർക്കുകയാണ്. KSUവിന്റെ ജില്ലാ നേതാക്കളായ കിച്ചോടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. അൻസാർ, ഒരു കാര്യം കൂടി ഇന്ന് സ്വാശ്രയ മാനേജ്മെന്റ് പ്രതിനിധികൾ യോഗം ചേരും എന്ന് അറിയിച്ചിരുന്ന സ്ഥലം ഇത് തന്നെയാണോ? 10 മണിക്ക് യോഗം തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. ഒരൊറ്റ പ്രതിനിധി പോലും ഈ സമയത്ത് അവിടെ ഈ പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അവിടെ ഇല്ലേ? പാമ്പാടി നെഹ്റു കോളേജിൽ ഉണ്ടായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്തുള്ള സ്വാശ്രയ കോളേജുകൾക്ക് നേരെ വിദ്യാർത്ഥി സംഘടനകളുടെ അക്രമം വ്യാപകമായ സാഹചര്യത്തിൽ അത് ഏത് രീതിയിൽ നേരിടണം എന്ന് തീരുമാനിക്കാനാണ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധികൾ യോഗം ചേരുന്നത്. 9:30-ക്കാണ് യോഗം എന്ന് പറഞ്ഞിരുന്നെങ്കിലും പല മാനേജ്മെന്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല മാനേജർമാരും എത്തിച്ചേരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഏകദേശം എല്ലാ മാനേജർമാരും എത്തി. പാലക്കാട് തൃശൂർ വിവാദമായ മാനേജർ കോളേജിന്റെ മാനേജ്മെന്റ് എത്തുമെന്ന് അറിയിച്ചിരുന്നു. ഈ പ്രതിനിധികളെ കാത്താണ് ഇവർ യോഗം കൂടാതെ ഇരുന്നത്. അല്പം മുമ്പും നമ്മൾ യോഗസ്ഥലത്തേക്ക് കയറി നോക്കിയപ്പോൾ യോഗം തുടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് KSU പ്രവർത്തകർ മാർച്ച് നടത്തുമെന്ന് പറഞ്ഞത്. അൻസാർ, ഈ യോഗത്തിനെത്തിയ ആളുകളൊക്കെ ഇപ്പോൾ ഈ ഓഫീസിനുള്ളിലാണോ? യോഗത്തിന് എത്തിയ ആളുകൾ യോഗം നടക്കുന്ന അകത്തിപ്പോൾ സുരക്ഷിതമാണ്. പക്ഷേ യോഗം നടക്കുന്ന ആള് കുത്തിപ്പൊളിക്കാനാണ് ഇപ്പോൾ പ്രവർത്തകർ ശ്രമിക്കുന്നത്. സംഭവം നടന്ന ഏകദേശം 10 മിനിറ്റായിട്ടും ഒരു പോലീസുകാർ പോലും അല്ലെങ്കിൽ പോലീസിന്റെ ഒരു വിഭാഗവും ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സ്വാശ്രയ മാനേജ്മെന്റ് പ്രതിനിധികളുടെ യോഗം നടക്കുന്ന ബിൽഡിങ്ങിലേക്കാണ് ഇപ്പോൾ പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. മാനേജ്മെന്റ് പ്രതിനിധികളൊക്കെ ഈ ബിൽഡിങ്ങിനുള്ളിൽ തന്നെയുണ്ട്. അതിനുള്ളിലേക്ക് ഇപ്പോൾ പ്രവർത്തകർ എത്തിയിട്ടില്ല. എന്നാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. പ്രവർത്തകരെ നേരിടാൻ ഒരൊറ്റ പോലീസ് പോലും ഇവിടെ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. യോഗം ഇതുവരെ തുടങ്ങിയിട്ടില്ല. പല പ്രതിനിധികളും ഇതിനോടകം എത്താനുണ്ട്. ചില പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ബിൽഡിങ്ങിന് അകത്താണ് ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് വിദ്യാർത്ഥി പ്രതിനിധികൾ ഈ ബിൽഡിങ്ങിൽ വരുത്തിയത്. JK അൻസാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.